God uses ordinary people to do extraordinary things. അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം സാധാരണക്കാരെ ഉപയോഗിക്കുന്നു. കഴിവും സാമർഥ്യവുമുള്ളവരെയല്ല ദൈവം നോക്കുന്നത്, പകരം സമർപ്പണമുള്ളവരെയാണ്. സ്വന്തം സംസാരശേഷിയെക്കുറിച്ച് സംശയമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു മോശ. എന്നാൽ 25 ലക്ഷത്തിൽ പരം വരുന്ന ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ദൈവം തെരഞ്ഞെടുത്തത് അവനെയായിരുന്നു. പലരാലും അവഗണിക്കപ്പെട്ട ഒരു ഇളയ സഹോദരനായിരുന്നു ദാവീദ്. എന്നാൽ ദൈവം അവനെ ഒരു രാജാവും ദൈവത്തിൻ്റെ സ്വന്തം ഹൃദയപ്രകാരമുള്ള മനുഷ്യനുമാക്കി. നസ്രയത്തിൽ നിന്നുള്ള ഒരു എളിമയുള്ള പെൺകുട്ടിയും യോസഫുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു സാധാരണ കൗമാരക്കാരിയുമായിരുന്നു മറിയ. എന്നാൽ യേശു എന്ന ലോകരക്ഷകനെ ഉദരത്തിൽ വഹിക്കാനും അവനെ വളർത്താനും ദൈവം തെരഞ്ഞെടുത്തത് മറിയയെയായിരുന്നു. മത്സ്യത്തൊഴിലാളികൾ, നികുതി പിരിവുകാർ, അങ്ങനെ മതപരമായ ഉന്നതരോ പണ്ഡിതരോ അല്ലാതിരുന്ന സാധാരണ തൊഴിലാളികളെയായിരുന്നു ദൈവം ആദിമസഭയുടെ അടിസ്ഥാന നേതാക്കളാക്കിയത്. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്നവനും യേശുവിൻ്റെ അനുയായികളെ വേട്ടയാടുന്നതിൽ പേരുകേട്ട ഒരു പരീശനുമായിരുന്നു ശൗൽ എന്ന പൗലോസ്. ദൈവം അവനെ ഏറ്റവും സ്വാധീനമുള്ള അപ്പോസ്തലന്മാരിൽ ഒരാളാക്കി മാറ്റി. മാക്സ് ലുക്കോഡോ പറഞ്ഞതത്രേ, God does not call the qualified, He qualifies the called. ദൈവം യോഗ്യരെ വിളിക്കുന്നില്ല, വിളിക്കപ്പെട്ടവരെ അവൻ യോഗ്യരാക്കുകയാണ്. തിരുവചനം പറയുന്നു, കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 27 തുടങ്ങി 29 വരെയുള്ള വാക്യങ്ങൾ. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. റിക് വാറൻ പറഞ്ഞതത്രേ, God always uses imperfect people to do His perfect will. ദൈവം എപ്പോഴും തൻ്റെ പൂർണ്ണതയുള്ള ഇഷ്ടം ചെയ്യാൻ അപൂർണരായ ആളുകളെ ഉപയോഗിക്കുന്നു. ദൈവം തൻ്റെ ഉദ്ദേശ്യ നിവൃത്തിക്കായി അയോഗ്യരായ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്നും അതിനാൽ നാം സമർപ്പണമുള്ളവരും ഒരുങ്ങപ്പെടേണ്ടവരാണെന്നുമുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ബലഹീനത അവൻ്റെ ശക്തിക്കുള്ള ഒരു വേദിയായി മാറുകയാണ്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 9-ാം വാക്യം, My power is made perfect in weakness. എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. Have a blessed day.